തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങോട്ടും ചരിയാതെ അല്ലെങ്കിൽ തിരിയാതെ പോലും കാണാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവി. നല്ല എക്സലന്റ് ആയിരിക്കും. ഇതുപോലെ കുഞ്ചാക്കോ അഭിനയിച്ച പടം ഞാൻ കണ്ടു. ഓ സൂപ്പർ സൂപ്പർ അടിപൊളി. ഇങ്ങനെ ഒരു ത്രില്ലർ ഒരു ചിത്രം കുഞ്ചാക്കോന്റെ ഒരു തിരിച്ചുവരവാണെന്ന് പറയാം. നല്ല പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റും വളരെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാനായിട്ട് എല്ലാവർക്കും വന്ന് ഇത് കാണാൻ പറ്റും. നല്ലൊരു ക്രിയ, അതായത് തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങോട്ടും ചരിയാതെ അല്ലെങ്കിൽ തിരിയാതെ പോലും കാണാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവി. നല്ലൊരു ചിത്രം, ശ്വാസം പിടിച്ച് കാണുന്നത് നല്ലൊരു ക്ലൈമാക്സ് ആണെങ്കിൽ നല്ല പട്ടക്കം സിനിമ. കുഞ്ചാക്കോനെ എന്താ പറയുന്നത്, അതിൽ നമ്മുടെ ഷാഹിൻ കബീർ ആണെങ്കിലും അതുപോലെ ഡയറക്ടർ ജിത്തു ജോസ് ആണെങ്കിലും നല്ല ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത് ഈ ചിത്രം. ഇല്ലേ, നല്ലൊരു പ്രിയാമണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിന് എല്ലാ വിജയാശംസ തന്നിരിക്കാം. ഉഗ്രം പടം, അടിപൊളി പടം. കുഞ്ചാക്കോ തകർത്ത രീതിയിൽ അടിപൊളി സൂപ്പർ മൂവി. യെസ്, ത്രില്ലിംഗ് മൂവി. ബോത്ത് എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളിയുണ്ട്. ക്ലൈമാക്സ് ആണ് ഇതിന്റെ ഗംഭീരം, ഒരു രക്ഷയില്ല. പ്രതീക്ഷ അപ്പുറം. കുഞ്ചാക്കോ ഒരു രക്ഷയില്ല. കുഞ്ചാക്കോ വ്യത്യസ്തമായ മുഖം, ബ്യൂട്ടിഫുൾ ആയി, പുതിയ മുഖം, അടിപൊളി, ഒന്നും പറയില്ല. കുഞ്ചാക്കോ തകർത്ത്. നല്ല ഡയറക്ഷൻ, ജിത്തു ജോസഫിന്റെ സൂപ്പർ ഡയറക്ഷൻ, ഷായിയുടെ സ്ക്രിപ്റ്റ് അടിപൊളി. പടം കുഞ്ചാക്കോ എക്സലന്റ് ആയിരിക്കും. ഇതുപോലെ കുഞ്ചാക്കോ അഭിനയിച്ച പടം ഞാൻ കണ്ടു. അതിനപ്പുറം പോയി. അഞ്ചാമത് ഇതിന്റെ ക്ലൈമാക്സ് അടിപൊളിയാണ്. അതുപോലെ ഇതിന് മെസ്സേജ് ഉണ്ട് പടത്തിൽ. ഉഗ്രം പടം. ട്വിസ്റ്റേ ഉള്ളൂ പടത്തിൽ. ജിത്തു ജോസഫ് തകർത്ത്. രണ്ടോട്ടം കൂടി കാണും. ക്ലാസ് ക്ലാസ് മാസ്. ഉഗ്രം പടം, പോലീസ് പടം, ഫാമിലി കണ്ട പടം. ഇത് പ്രിയാമണി എല്ലാം ഫാമിലി കണ്ട പടം. ഓരോ സീക്വൻസ് അടിപൊളി, നല്ല കണക്ടിങ് അടിപൊളി. ജഗദീഷൊക്കെ അടിപൊളിയായിരിക്കും. കുഞ്ചാക്കോ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അവർക്കൊക്കെ നല്ല പണി കിട്ടണം അവർക്ക്. ഇതിപ്പോ പല സ്ഥലങ്ങളിലുണ്ട് കേരളത്തിൽ. സത്യം പറയുന്നത് ഇങ്ങനത്തെ പടം വന്നത് വളരെ നന്നായെന്ന് പറയുന്നത്. ഒരുപാട് ഫാൻസ് മനസ്സിലാക്കണം സിനിമയെ കുറിച്ച്. ഭാവി നശിപ്പിക്കുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അടിപൊളി പടം. ഒരു ആ ഒരു സ്റ്റോറി തന്നെ ആയിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കോളൂ. പക്ഷെ സെക്കൻഡ് ഹാഫ് സ്റ്റോറിയുടെ ആ ഒരു ചേഞ്ച് അങ്ങോട്ട് മാറി. പിന്നീട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയായിരുന്നു. അത് ഗംഭീരമായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇതുവരെ പ്രതീക്ഷിക്കാന്നല്ല, ആ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ ആദ്യത്തെ ആ ഒരു ഇതില്ലായിരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെ ആയിരുന്നു. പക്ഷെ അതിനെ കവച്ചു വെച്ചിട്ടുള്ള ഒരു രീതിയിലായിപ്പോയി. അതന്നെ അത് പുള്ളിയുടെ അതിപ്പോ പുള്ളിയുടെ പടങ്ങളെല്ലാം നായാട്ടാണെങ്കിലും എല്ലാം ആണെങ്കിലും സ്ലോ പേസിൽ തന്നെ പോകുന്നത്. ആ ഒരു പേസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കണ്ടാൽ മതി. അല്ല പിന്നെ പ്രത്യേകം പറഞ്ഞിട്ട് കാര്യമില്ല.